ലോകത്ത് ഒരാൾ പോലും അറിയാത്ത രഹസ്യ ഭാഷയിൽ സംസാരിക്കുകയും വർഷങ്ങളോളം പുറം ലോകത്തോട് ഒരു വാക്ക് പോലും മിണ്ടാതിരിക്കുകയും ചെയ്ത രണ്ട് പെൺകുട്ടികൾക്കിടയിൽ രഹസ്യ കരാറുണ്ടായിരുന്നു. ആ കരാർ ഇതായിരുന്നു: നമ്മളിൽ ഒരാൾ മരിച്ചാൽ മാത്രമേ മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയൂ. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം, പക്ഷേ ഇത് വെയിൽസിൽ ജീവിച്ചിരുന്ന ജൂൺ എന്നും ജെന്നിഫർ എന്നും പേരുള്ള ഇരട്ട സഹോദരിമാരുടെ യഥാർത്ഥ കഥയാണ്. ജെന്നിഫറും ജനിക്കുന്നത് ചെറുപ്പം മുതലേ അവർ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായിരുന്നു. അവർ സ്കൂളിൽ പോയിരുന്നെങ്കിൽ ആരോടും മിണ്ടിയിരുന്നില്ല. അധ്യാപകർ എത്ര ശ്രമിച്ചിട്ടും അവർ മൗനം പാലിച്ചു. എന്നാൽ വീടിനുള്ളിലെ മുറിക്കുള്ളിൽ അവർ അതിവേഗത്തിൽ സംസാരിക്കുമായിരുന്നു. ആ ഭാഷ അവർക്ക് മാത്രമേ മനസ്സിലാകുമായിരുന്നുള്ളൂ. അവർ ആരോടും സംസാരിച്ചിരുന്നില്ലെങ്കിലും ലക്ഷക്കണക്കിന് വാക്കുകൾ ഡയറിയിൽ എഴുതിയിരുന്നു. ജെന്നിഫർ തന്റെ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെയാണ്: എന്റെ സഹോദരിയെ ഭയപ്പെടുന്നു. അവൾ ഒരു നിഴൽ പോലെ എന്നെ പിന്തുടരുന്നു. ഞങ്ങളിൽ ഒരാൾ മരിക്കാതെ ഈ നരകത്തിൽ നിന്ന് രക്ഷയില്ല. സ്നേഹത്തിന് പകരം പകയും ഭയവും നിറഞ്ഞതായിരുന്നു അവരുടെ ഉള്ളിലെ ലോകം. പുറമേ ശാന്തരായിരുന്നെങ്കിലും അടച്ചിട്ട മുറിക്കുള്ളിൽ അവർ പരസ്പരം ഉപദ്രവിക്കുമായിരുന്നു. ഒരിക്കൽ ജൂൺ തന്റെ സഹോദരിയെ ശ്വാസമുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. മറ്റൊരു തവണ ജെന്നിഫർ ജൂണിനെ ഒരു പാലത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. അവർ ഒരേ സമയം സുഹൃത്തുക്കളും ശത്രുക്കളുമായിരുന്നു. അവരുടെ ജീവിതം ഒരു കണ്ണാടി പോലെയായിരുന്നു. ഒരാൾ കണ്ണു ചിമ്മുന്നുവോ അതേ സെക്കൻഡിൽ മറ്റൊരാളും അത് ചെയ്യും. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റൊരാൾ ഒരേ രീതിയിൽ കൈ ചലിപ്പിക്കും. ഈ വിചിത്രമായ സ്വഭാവം മാതാപിതാക്കളെ പോലും ഭയപ്പെടുത്തി. അവരെ മാറ്റാൻ വേണ്ടി 2 സ്കൂളുകളിലേക്ക് അയച്ചെങ്കിലും അവിടെ അവർ പൂർണ്ണമായും തകർന്നുപോയി. അവസാനം അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ അധികൃതർ അനുവാദം നൽകി. വളർന്നപ്പോൾ അവർ സമൂഹത്തിന് ഭീഷണിയായി മാറി. ചെറിയ മോഷണങ്ങളിൽ തുടങ്ങി ഒടുവിൽ അവർ കെട്ടിടങ്ങൾക്ക് തീയിടാൻ വരെ തുടങ്ങി. 1981 പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. കോടതി അവരെ സാധാരണ ജയിലിന് പകരം ബ്രിട്ടനിലെ ഏറ്റവും ഭീകരമായ ബ്രോഡ്മൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയച്ചു. 11 വർഷം അവർ അവിടെ കഴിഞ്ഞു. ആശുപത്രിയിൽ വെച്ച് അവർ ഒരു തീരുമാനമെടുത്തു: അവരുടെ വിചിത്രമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഒരാൾ ഇല്ലാതാകണം. അവരോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരേയൊരു വ്യക്തി പത്രപ്രവർത്തകയായ മർജോറി വാലസ് ആയിരുന്നു. അവരോടാണ് ജെന്നിഫർ അവസാനമായി ആ രഹസ്യം പറഞ്ഞത്. മർജോറി, എനിക്ക് മരിക്കണം. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ വാക്കുകൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ജെന്നിഫർ മരണത്തിന് കീഴടങ്ങിയത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുന്ന വഴിയിൽ ജെന്നിഫർ മരിച്ചു. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ശരീരത്തിൽ വിഷാംശവും മറ്റ് അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. മയോകാർഡിറ്റിസ് എന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. എന്നാൽ ഇന്നും അതൊരു നിഗൂഢതയാണ്. ജെന്നിഫർ മരിച്ച ദിവസം ജൂൺ തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: ഇന്ന് എന്റെ സഹോദരി മരിച്ചു. അവൾ എനിക്ക് വേണ്ടി അവളുടെ ജീവൻ നൽകി. നീണ്ട 29 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ശ്വസിക്കാൻ തുടങ്ങുന്നു. ഇന്ന് ജൂൺ ബ്രിട്ടനിൽ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ജെന്നിഫർ മരിച്ച അന്ന് തൊട്ട് ജൂൺ ആ വിചിത്ര ഭാഷ സംസാരിച്ചിട്ടില്ല.